എൻ്റെ പേര് ദീപ ആൻ്റണി. ഞാൻ സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് മനക്കോടത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 5 മാസമായി. എൻ്റെ ഒരു പുതുക്കൽ, ഉടമ്പടിയുടെ ഒരു പുതുക്കൽ കഴിഞ്ഞു. ഉടമ്പടി എടുത്തത് 10/1/2025 ഉടമ്പടി എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടിയുടെ അനുഭവം കിട്ടുകയുണ്ടായി. എൻ്റെ ഒരു ജോലി നഷ്ടപ്പെടുകയുണ്ടായി. കാരണം ഞായറാഴ്ച പോകുന്നത് കൊണ്ട് ആ ജോലി വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. ഞായറാഴ്ച പോകാത്ത ഒരു ജോലിയാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ 3 മാസം ജോലിയില്ലാതെ വളരെ കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്നു. കുട്ടികളെയൊക്കെ 2 പേരെയും പഠിപ്പിക്കുന്നത് കൊണ്ട് പൈസക്കൊക്കെ ഇച്ചിരി ആവശ്യം വന്നു. അതുകൊണ്ട് ജോലിയില്ലാതിരുന്ന സമയത്ത് ഞാനൊരു ജോലിക്ക് ബയോഡേറ്റ കൊടുത്തിട്ട് 42 വയസ്സുള്ളത് കൊണ്ട് എന്നെ അവർ വിളിച്ചില്ല. അതുകൊണ്ട് ആ ജോലി അങ്ങനെ മുടങ്ങി കിടക്കുകയായിരുന്നു. ആ ജോലി തന്നെ എൻ്റെ കൂട്ടുകാരികൾ ഇൻ്റർവ്യൂവിന് പോയി അവരെന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ബയോഡേറ്റ കൊണ്ട് കൊടുത്തിട്ട് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, എന്നാലും നീ വാ എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കയ്യിൽ വേറെ പേപ്പേഴ്സൊന്നും ഇല്ലെങ്കിലും ഫോണിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ പേപ്പേഴ്സും കൊണ്ട് ഞാൻ പോയി അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഇൻ്റർവ്യൂവിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ആ ഇൻ്റർവ്യൂവിൽ പാസ്സാവുകയും എനിക്ക് ആ ജോലി ലഭിക്കുകയും ചെയ്തു. എൻ്റെ ഉടമ്പടിയുടെ ആദ്യത്തെ അനുഭവം അതായിരുന്നു. അതുകൊണ്ട് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യം, എൻ്റെ മകൻ 8ാം ക്ലാസ് തൊട്ട് 1-2 വിഷയത്തിന് ഫെയിലാകുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ 9ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ അവൻ പങ്കെടുത്തു. പേപ്പർ നോക്കാൻ ടീച്ചർ വിളിച്ചപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഓരോ വിഷയം നോക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, തോക്കുമോ എന്ന്. പക്ഷേ മാതാവ് എല്ലാ വിഷയത്തിനും ജയിച്ച് അത്ഭുതമായി അവനെ പാസ്സാക്കി. ഇപ്പോൾ അവൻ 10ാം ക്ലാസ്സിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ ഒട്ടേറെ അനുഭവങ്ങൾ, ജോലി സ്ഥലത്താണെങ്കിലും മാതാവിൻ്റെ പ്രത്യക്ഷമല്ലെങ്കിലും പരോക്ഷമായിട്ടാണെങ്കിലും മാതാവിൻ്റെ അടുക്കൽ നിൽക്കുന്നത് പോലെ ഓരോ സന്ദർഭത്തിലും എനിക്കുണ്ടായി. എൻ്റെ മകൾ B2 പരീക്ഷ ജർമ്മൻ കോഴ്സ് പഠിക്കുകയായിരുന്നു. അപ്പോൾ അവളങ്ങനെ ഒറ്റയ്ക്കൊന്നും വരാറില്ല, ഞാൻ പോയി കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ദിവസം അവിടെ നിന്ന് അവൾ പോകുന്നപ്പോൾ അവളുടെ കൂടെ ആരുമില്ലായിരുന്നു. എനിക്കും എൻ്റെ ഭർത്താവിനും പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് കൊന്തയിൽ പ്രാർത്ഥിച്ചു. പക്ഷേ മെത്രാനച്ചൻ്റെ രൂപത്തിൽ എൻ്റെ മകളെ കൊണ്ട് സ്റ്റോപ്പിൽ എത്തിച്ചു കൊടുക്കുക മാതാവ് ചെയ്തു. അതും എൻ്റെ ജീവിതത്തിലെ ഒരു അത്ഭുതകരമായ സംഭവമാണ്. പിന്നെ യേശുവിനും മാതാവിനും 1000 നന്ദി. പിന്നെ എൻ്റെ ആത്മീയ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുത്തതുപോലെ 1/2 മണിക്കൂർ ഞാൻ ദിവസവും ബൈബിൾ വായിക്കും. അഥവാ എനിക്ക് ബൈബിൾ വായിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ആ സമയം കൂട്ടി വായിക്കാറുണ്ട്. പിന്നെ ഞാൻ വെള്ളിയാഴ്ച ഞങ്ങളുടെ പള്ളി വൈകുന്നേരമാണ് കുർബാന. വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഞാൻ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ അല്ലാത്ത ദിവസങ്ങൾ, എൻ്റെ മനസ്സ് പറയുന്ന ദിവസങ്ങളൊക്കെ ഞാൻ ഓടി പള്ളിയിൽ പോകാറുണ്ട്. ഞാൻ 3 ആഴ്ച കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കാറുണ്ട്. ഞാൻ കൃപാസനത്തിൽ പറ്റാവുന്ന സാഹചര്യത്തിലൊക്കെ എനിക്ക് ജോലിയില്ലാത്ത സമയത്തെങ്കിലും ഓടിയെത്താറുണ്ട്. കൃപാസനത്തിലെ ഉടമ്പടി റാലിക്കൊക്കെ ഞാൻ കറക്റ്റായിട്ട് പങ്കെടുക്കാറുണ്ട്. ഇതുവരെ മുടക്കം പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അച്ഛൻ്റെ യൂട്യൂബിലെ എല്ലാ ചൊവ്വാഴ്ചത്തെയും ധ്യാനം ഞാൻ കാണാറുണ്ട്. അഥവാ ജോലിക്ക് പോണ വേറെ ഷിഫ്റ്റ് ആണെങ്കിൽ എനിക്ക് കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഞാനത് ഫോണിലടിച്ച് ആ ദിവസത്തെ ധ്യാനം കാണാറുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ പല അത്ഭുതകരമായ സംഭവങ്ങളും. എൻ്റെ കയ്യിൽ ഒരു ദിവസം എൻ്റെ ജോലി സ്ഥലത്ത് വെച്ച് മെറ്റൽ മിഷൻ വീഴുകയുണ്ടായി. എൻ്റെ അസ്ഥികൾക്കൊന്നും പൊട്ടലില്ലാതെ ചെറിയൊരു ചതവ് മാത്രം സംഭവിച്ച് മാതാവിനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ പത്രം മാസം തോറും വന്ന് വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. മാതാവിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്. എൻ്റെ ജോലി ചെയ്യുന്ന കൂട്ടുകാരികളോട് മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ അനുഭവം പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരത്തി വന്ന് ഉടമ്പടി എടുത്തു. അതുപോലെ ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ള ചേച്ചി ഉടമ്പടി കുറേ നാളായിട്ട് മുടക്കിയിട്ടിരിക്കുകയായിരുന്നു. ആ ചേച്ചിയുടെ എൻ്റെ അനുഭവം പറയുന്ന നിമിത്തം ആ ചേച്ചി ഉടമ്പടി പുതുക്കുകയും വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയുണ്ടായി. എൻ്റെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറിയ വഴിയിലിരിക്കുന്ന വൃദ്ധരായ അവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കും. പിന്നെ എൻ്റെ അയൽപക്കത്തുള്ളവരെ തുച്ഛമായ പൈസയൊക്കെ കൊടുത്ത് മാസം ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ ലോട്ടറിക്കാരനെ കണ്ടാൽ പോലും ചിലപ്പോൾ അത് ലോട്ടറി എടുക്കുമെന്ന് പുറത്തല്ല ഞാനത് എടുക്കുന്നത്. ആ ലോട്ടറിക്കാരനെ സഹായിക്കാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് സഹായിക്കും. ഇതാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തി. മാതാവ് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 12.
മൂന്നാം തിരുവചനം പറയുന്നു, മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. നമ്മുടെ ഓരോ സാക്ഷ്യങ്ങളും മറിയം ചെയ്തതുപോലെ ഈശോയുടെ പാദങ്ങളിൽ പൂശി സ്തുതികളുടെ ഒരു വലിയ ഒരു ആരവമാണ് സ്വർഗത്തിലുണ്ടാവുന്നത്. കാരണം സ്വർഗത്തിൽ എപ്പോഴും വലിയ ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. നാം കാറ്റഗിസം ക്ലാസ്സിലൊക്കെ കേൾക്കുന്നത് പോലെ നമ്മളോട് ടീച്ചേഴ്സ് പറയാറുണ്ടല്ലോ, അവിടെ ഒരൊറ്റ ജോലി മാത്രമേ ഉള്ളൂ, അത് ഈശോയെ സ്തുതിക്കുക, ത്രിത്വത്തെ സ്തുതിക്കുക എന്ന്, ഹല്ലേലൂയ എന്ന പാട്ട് പാടുക എന്ന വലിയൊരു ജോലി മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെയുള്ള എല്ലാ ജോലികളും നാം ഇവിടെ തീർത്തതിന് ശേഷമാണ്, ഭൂമിയിലെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ എല്ലാം ശേഷം നമുക്കവിടെ വളരെ സ്വർഗീയ അനുഭവമാണ്. മറ്റൊരു ജോലികളുമില്ല, യാതൊരു ഉത്തരവാദിത്വങ്ങളുമില്ല എന്നുള്ള ഒരു വലിയ സ്വർഗീയ അനുഭവമാണ് നാം കാറ്റഗിസത്തിലൊക്കെ പഠിക്കുന്നത്. അതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് ഉടമ്പടിയിലൂടെ നമുക്ക് സാധിക്കുന്നത്. നാം എത്ര വലിയ ജോലി ചെയ്യുകയാണെങ്കിലും, എത്ര ചെറിയ ജോലി ചെയ്യുകയാണെങ്കിലും, എത്ര കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയാണെങ്കിലും അതിലെല്ലാം ഒരു സ്വർഗീയ അനുഭവം നമുക്കുണ്ടാവുകയാണെങ്കിൽ അതാണ് സ്വർഗമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇവിടെ ദീപ ആൻ്റണി വളരെ മനോഹരമായ ഒരു ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുകയുണ്ടായി. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് നാം ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുമ്പോൾ ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന, ഒരു ഗുളിക പ്രാർത്ഥന നാം ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് പെട്രോൾ കത്തിപ്പിടിക്കുന്നത് പോലെ നമ്മുടെ നിയോഗങ്ങൾ സാധ്യമാകുന്നു എന്ന് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഇപ്പോഴത്തെ അപ്ഡേറ്റ് അനുസരിച്ച് പരിശുദ്ധ അമ്മ ജോസഫ് അച്ഛന് നൽകിയിരിക്കുന്ന സന്ദേശം ഇതാണ്: നാം കുടുംബത്തിൽ തന്നെ ആ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുക എന്നുള്ളത്. ഇവിടെ ദീപ ആൻ്റണി വളരെ വലിയൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. തൻ്റെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുകയും അവരെ എല്ലാം ഉടമ്പടിയിലേക്ക് നയിക്കുകയും തൻ്റെ ജോലി സ്ഥലത്തായിരിക്കുന്നവരെയും താൻ കണ്ടുമുട്ടിയിട്ടുള്ളവരെയും ഉടമ്പടിയിലേക്ക് കൊണ്ടുവരികയും ഉടമ്പടിയുടെ ആ മുന്നാസ്വാദനം, സ്വർഗീയ അനുഭവം അവരേക്ക് അറിയിക്കാനും അത് ചെയ്യുവാനുമുള്ള ഒരു പ്രേരണ നൽകിയിട്ടുള്ള വലിയൊരു ജീവിത സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. തൻ്റെ ജോലി നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് താൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിലായിരുന്നപ്പോൾ തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഓവർ ഏജ് പ്രായം കടന്നുപോയപ്പോഴും തനിക്ക് ആ ഇൻ്റർവ്യൂവിലേക്ക് വിളിക്കുകയും ഒരു വലിയ നല്ല ജോലി നൽകി സഹോദരിയെ അനുഗ്രഹിക്കുകയും ചെയ്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയ്ക്ക് വളരെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രം മതി നമുക്ക് എന്ത് അത്ഭുതവും ചെയ്യാനായിട്ട്. മറ്റുള്ളവരൊക്കെ കേൾക്കുമ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ തന്നെയാണ് ഇന്നും 2000 വർഷങ്ങൾക്കപ്പുറം ഈശോയുടെ അത്ഭുതങ്ങൾ ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ആ ഖനായിലെ കല്യാണം ഇന്നും നമ്മുടെ ജീവിതത്തിൻ്റെ നാണക്കേടുകൾ, അപമാനങ്ങൾ എടുത്തു മാറ്റപ്പെടുകയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയോട് നന്ദിയുള്ളവരായിരിക്കാം. അതുപോലെ തന്നെ നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ വളരെ വലുതാണ്. തങ്ങളുടെ പോസിറ്റീവ് എനർജി വളരെ വലുതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. തൻ്റെ മകനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അവനധികമൊന്നും പഠിക്കാൻ താല്പര്യമില്ലാത്തതും അങ്ങനെ പഠിക്കാത്തൊരു കുട്ടിയായിരുന്നു. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് തനിക്ക് പഠിക്കുവാനുള്ള ഒരു ഉത്സാഹവും പ്രേരണയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും അവന് ലഭിച്ചുവെന്ന് പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇന്ന് ദീപ ആൻ്റണി സാക്ഷ്യപ്പെടുത്തുകയാണ്. അവന് 10ാം ക്ലാസ്സിൽ 90% മാർക്ക് ലഭിച്ചു. അതൊരു അത്ഭുതം തന്നെയാണ്. കാരണം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് 90% മാർക്ക് ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. നമ്മുടെ എഫേർട്ടും കൂടി ഉണ്ടായിരിക്കണം. പക്ഷേ എഫേർട്ടോടുകൂടി, നമ്മുടെ പരിശ്രമത്തോടുകൂടി പരിമിതികളെ പരിശ്രമങ്ങളാക്കുമ്പോഴാണ് അതൊരു വലിയ പ്രതിഫലമായി നമുക്ക് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് സമ്മാനിക്കുന്നത്. മകന് വേണ്ടി നമുക്ക് ഈശോയോട് നന്ദി പറയാം. അതുപോലെ തന്നെ ഈശോയെ കാണാൻ പോകാനുള്ളൊരു തീക്ഷ്ണതയെക്കുറിച്ച് ദീപ പറയുകയുണ്ടായി. ഞാൻ എപ്പോഴൊക്കെ എനിക്ക് പള്ളിയിലേക്ക് പോകാൻ തോന്നി ഈശോയുടെ ഓർമ്മ വരുന്നു, ഞാൻ ഓടിപ്പോകാറുണ്ടെന്ന്. പരിശുദ്ധ അമ്മ 3 മാസത്തെ ആ ഒരു ശുശ്രൂഷ കാലഘട്ടമാണ് നമ്മുടെ ഉടമ്പടി ജീവിതം. പരിശുദ്ധ അമ്മ എലീശോ പുണ്യവതിയെ സന്ദർശിക്കാൻ പോകുന്ന 3 മാസ കാലഘട്ടമാണ് നമ്മുടെ 90 ദിവസം എന്ന് പറയുന്ന ഉടമ്പടി. ഉടമ്പടിയിലായിരിക്കുമ്പോൾ നാം ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളെല്ലാം തന്നെ ആ ഒരു പരിശുദ്ധ അമ്മയുടെ
കാരുണ്യ പ്രവൃത്തിയാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള, സ്നേഹിക്കാനുള്ള, ഈശോയെ ശുശ്രൂഷിക്കാനുള്ള വലിയ ഒരു സാഹചര്യത്തിൻ്റെ കാലഘട്ടമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ദീപയ്ക്ക് അതിനുള്ള കൃപയും അനുഗ്രഹവും ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. താൻ ചെറിയ ചെറിയ കാരുണ്യ പ്രവൃത്തികളാണ് വലിയ സ്നേഹത്തോടെ, ഈശോയോടുള്ള സ്നേഹത്തോടുകൂടി ചെയ്യുന്നത്. എനിക്ക് ലോട്ടറി അടിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല ഞാൻ ലോട്ടറി എടുക്കുന്നത്. അദ്ദേഹത്തിന്, ആ വ്യക്തിക്ക്, ആ ലോട്ടറി വിൽക്കുന്ന വ്യക്തിക്ക് ഒരു സഹായമാകട്ടെ എന്നുള്ള ഒരു വലിയ മനോഭാവത്തോടു കൂടിയാണ് താൻ ഓരോ കൊച്ചു കാര്യങ്ങളും ചെയ്തതെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. വലിയ കാര്യങ്ങളെ വിശ്വസ്തയോടുകൂടി ചെയ്യുന്നവരാണ് ഈശോ വലിയ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നത്. വിശ്വസ്തനായ ദാസനോട് നീ വളരെ വിശ്വസ്തമായ കാര്യങ്ങൾ നമ്മെ വലിയ കാര്യങ്ങളെ ഏൽപ്പിക്കുമെന്ന് ഈശോ നമ്മോട് പറയുന്നുണ്ട്. നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം. വിസ്മയനീയമായ കാര്യങ്ങൾ കാണാനും സാക്ഷ്യപ്പെടുത്താനും ദൈവത്തെ മഹത്വപ്പെടുത്താനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദീപ ആൻ്റണിയുടെ കുടുംബത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.